ബഹുമാനിയായ നാട്ടുകാരെ, ഞങ്ങൾ ഈ ദേശത്തെ കടന്നുനിന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനങ്ങൾ സംസാരിപ്പാനും മധ്യവിരുദ്ധ അതിനെക്കുറിച്ചൊക്കെ അല്പം സംസാരിപ്പാനുമാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. അല്പസമയത്തിന് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. നൂലപ്പ് ക്രിസ്ത്യൻ ചർച്ച് കട്ടപ്പന സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലും CYF-ൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ നടത്തുന്ന ചെറിയ ഈ പ്രോഗ്രാം വലിയ അനുഗ്രഹമായി തീർക്കുവാൻ ഈ നല്ല നാട്ടുകാരായ നിങ്ങളും അതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ലോകം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അത് വലിയ കഷ്ടത്തിലേക്കായി പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത തലമുറയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അടുത്ത തലമുറയാണല്ലോ നമ്മുടെ ലോകത്തിൻ്റെ നിലനിൽപ്പ്. അത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി അവരുടെ പോക്ക് എങ്ങോട്ടെന്ന് നമുക്ക് ആർക്കും അറിവില്ല. ഏതെങ്കിലും വാഹനത്തിനടിയിലേക്കൊക്കെ അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അതിനെ നിയന്ത്രിക്കാൻ മാതാപിതാക്കളെ കൊണ്ടോ മറ്റാരെ കൊണ്ടും പോലീസ് അധികാരികളെ കൊണ്ടോ മറ്റാരെ കൊണ്ടും സാധ്യമായതൊരു കാര്യമല്ല. എന്നാൽ അതിനെ നിയന്ത്രിക്കുവാൻ ലോകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തു 2024 വർഷത്തിന് മുമ്പ് ഈ ലോകത്തിൽ യാതനാകുവാൻ തീർന്നു. ആ രക്ഷകനെ പൂർണ്ണമായി സ്വീകരിച്ച് ആ രക്ഷകരെ കരസ്ഥമായിക്കൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്താൽ ഇതിനൊക്കെ ഒരു പരിഹാരം അവിടെ നൽകുവാടിയായി തീരും. അല്ലാതെ മനുഷ്യനെ കൊണ്ട് ഇന്നൊരു പരിഹാരവും ഒരു കോടതിയെ കൊണ്ടോ പോലീസ് അധികാരികളെ കൊണ്ടോ ഒരു മാധ്യമങ്ങളെ കൊണ്ടും ഇന്ന് ലോകത്തെ നിലനിർത്തുവാൻ ആർക്കും സാധ്യമല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ആ കർത്താവിനെ കൊണ്ട് കഴിയും ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തുവാൻ. കർത്താവായ യേശുക്രിസ്തു ക്രൂശ് മരണത്തിൻ്റെ ആ സമയത്ത് അതിന് മുമ്പായി പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് ആ സഹോദരിമാരോട് പറയുന്നത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ എന്നാണ് കർത്താവ് യേശുക്രിസ്തു അവസാനമായി പറഞ്ഞ മൊഴികൾ. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ ചൊല്ലി കരഞ്ഞാൽ ആ കരച്ചിൽ പിതാവായ ദൈവം കേട്ട് അതിനൊക്കെ ഒരു വലിയ വിടുതല തരുവാൻ അവിടുന്ന് കഴിയും. അല്ലാതെ നമ്മൾ എത്രയെല്ലാം സാമ്പത്തികം മുടക്കി എവിടെ കൊണ്ട് ചികിത്സ നടത്തിയാലും എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും അതിനൊന്നും ഒരു പോംവഴി കണ്ടെത്തുന്നില്ല. പോംവഴി കണ്ടെത്തണമെങ്കിൽ കർത്താവിനെ പൂർണ്ണമായി അംഗീകരിച്ചാൽ മാത്രമേ അവനാണ് നമ്മുടെ രക്ഷകൻ. ആ യേശുവാണ് നമ്മളെ രക്ഷിക്കുന്നത്. ആ യേശുവാണ് നമുക്ക് വേണ്ടി ജീവൻ തന്നത്. ആ ജീവൻ തന്ന രക്ഷകനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ലോകത്തിൻ്റെ മുൻപോട്ടുള്ള യാത്ര. ആ രക്ഷകനെ പൂർണ്ണമായി കരസ്ഥമാകാനും ഈ ലോകത്തെ രക്ഷിക്കാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ യേശുവിനെ തള്ളിക്കളഞ്ഞുള്ള ജീവിതമായതിൻ്റെ മുഹൂർത്തം ലോകം വളരെ കഷ്ടത്തിലേക്കും പ്രശ്നത്തിലേക്കും പ്രതികൂലത്തിലേക്കും പാപത്തിലേക്കും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം ഓരോരുത്തരും ആയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് പറയാനുള്ളത്, ഇതെല്ലാം ജനം മടങ്ങി വരണം. മടങ്ങി വന്നാൽ മാത്രമേ അതിനൊരു നീക്കുപോക്ക് ഒരു പോംവഴി നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു മടങ്ങിവരവ് പറഞ്ഞാൽ എല്ലാവരും കർത്താവിനെ പൂർണ്ണമായി രക്ഷകനായി സ്വീകരിച്ചാൽ യേശുവാണ് എൻ്റെ രക്ഷകൻ, അവനല്ലാതെ വേറൊരു രക്ഷകൻ ഈ ഭൂമിയിലില്ല എന്ന് പൂർണ്ണമായി നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നെങ്കിൽ ഒരു വലിയ വിജയം നമ്മുടെ രാജ്യത്തിന് തന്നെ കണ്ടെത്തുവാൻ കഴിയും.